നാരായണ സദ്ഗുരു ഗുരുകൃപാവാരാനിധി പാഹിനോ നാഥ ത്വത്പദപങ്കജസ്മൃതിരിമാൻ ശുദ്ധീകരത്വജ്ഞസാ ധർമ്മസ്ഥാപനകർമ്മലോലുഭമദേ ത്വം ബ്രഹ്മരാധോ അഭവ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമിദം നാരായണായ നമഃ. സ്നേഹസമ്പൂർണരായ ഗുരുദേവ സത്സംഗം പ്രസിഡന്റ് ശ്രീമാൻ ബാബുരാജ് അവർകളെ, ഇതിൻ്റെ മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, സന്നിഹിതരായിട്ടുള്ള സജ്ജനങ്ങളെ, എല്ലാവർക്കും ഇവിടെ ഈ ചടങ്ങ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ശ്രീമാൻ അനീഷ് ഗുരുപദൻ TV, എല്ലാവർക്കും ഈശ്വരബുദ്ധ്യ പ്രണാമം. മാനാമധുരയിൽ ശ്രീനാരായണ ഗുരുദേവൻ 9 ദിവസം തമിഴ്നാട്ടിൽ താമസിച്ചു. CV ഗോപാല മുൻസിഫ് എന്ന തലശ്ശേരിക്കാരനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരമഭക്തൻ്റെ ഗൃഹത്തിൽ ഈ 9 ദിവസം എല്ലാ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ ശ്രീനാരായണ ഗുരുദേവനെ ദർശിക്കുന്നതിനായിട്ട് തമിഴ്നാട്ടിലുള്ള ധാരാളം പേര് വന്നുകൊണ്ടേയിരുന്നു. 9 ദിവസം കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ഈ 9 ദിവസവും ശ്രീനാരായണ ഗുരുദേവൻ്റെ അരികിൽ വന്ന് ഗുരുദേവനെ ആശ്രയിച്ച് ദുഃഖ ദുരിതാദികൾക്ക് നിവൃത്തി അനുഭവിച്ച ഭക്തജനങ്ങൾ ഈ ഒടുവിലത്തെ ദിവസം, ഗുരുദേവൻ പോകുന്ന ദിവസം എല്ലാവരും വന്നു ചേർന്നു. അവരെല്ലാവരും ഗുരുദേവനെ പാദപ്രണാമങ്ങൾ അർപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ആതിഥേയനായ ഈ CV ഗോപാല മുൻസിഫ് വന്നു. 9 ദിവസം ശ്രീനാരായണ ഗുരുദേവൻ അവിടെ താമസിച്ചു എന്നുള്ളതുകൊണ്ട് 9 കവിത പദ്യങ്ങളുള്ള ഒരു കവിത 9 പദ്യങ്ങളുള്ള ഒരു കവിത ഗുരുദേവൻ്റെ മുൻപിൽ വന്ന് ചൊല്ലി. ആ കവിതയുടെ ഓരോ പദ്യത്തിൻ്റെയും ഒടുവിലത്തെ വരി ഈ ശ്രീപാദങ്ങളിൽ നിന്നും എന്നെ വേർപെടുത്തരുതേ എന്നുള്ളതായിരുന്നു. ഈ ശ്രീപാദങ്ങളിൽ നിന്നും എന്നെ വേർപെടുത്തരുതേ എന്നുള്ളതായിരുന്നു. തലശ്ശേരിയിൽ വെച്ച് ഞാൻ ഈ കവിത കണ്ടു. വസുമിത്ര എഞ്ചിനീയറുടെ സൂക്ഷിപ്പിൽ. എന്ന് മാത്രമല്ല, അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, പൊട്ടിക്കരഞ്ഞു, പോയി അനേക സമയം ആ നമസ്കാര സ്ഥിതിയിൽ
അദ്ദേഹം കരഞ്ഞുകൊണ്ടേ കിടന്നു, ഗുരുദേവൻ്റെ പാദസ്പർശനം ചെയ്തുകൊണ്ട്. ഗുരുദേവൻ അത്രയും സമയം ഗുരുദേവൻ അനങ്ങിയതേയില്ല. ജീവിതം യഥാർത്ഥത്തിൽ ഈ ലോകം ആനന്ദമയമാണ്. എങ്കിൽ നമ്മളുടെ അനുഭവത്തിൽ ലോകം ആനന്ദമയമല്ല. ജ്ഞാനിക്ക് സത്തുലക് ചിത്ത് സുഖസ്വരൂപം. ദർശനമാലയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ഈ ലോകം അതീവ ദുഃഖകരമായിരിക്കും. ആർക്കാണ്? കഷ്ടപ്പെടാത്തവർക്കെന്നല്ല, കഷ്ടപ്പെടുന്നവർക്കൊന്നുമല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ദുഃഖം തീർക്കാനായിട്ട്. എല്ലാവരുടെയും ആഗ്രഹം ദുഃഖവിമോചനാണ്. എല്ലാവരും പരിശ്രമിക്കുന്ന ദുഃഖവിമോചനത്തിനാണ്. പക്ഷേ ഗുരുദേവൻ പറയുന്നു, ഈ ദുഃഖം ആത്മവിദ്യയ്ക്ക് സങ്കോചമുള്ള കാലം വരെ നമ്മളിൽ നിന്ന് ഒഴിയുകയേ ഇല്ല. ആത്മവിദ്യയ്ക്ക് സങ്കോചമുള്ള കാലം വരെ ദുഃഖം നമ്മളിൽ നിന്ന് ഒഴിയുകയേ ഇല്ല. ഗുരുദേവൻ ജനിക്കുമ്പോൾ തന്നെ കരയുന്നില്ല, ആനന്ദസമ്പൂർണനായിരുന്നു, പരമപ്രശാന്തനായിരുന്നു. ജന്മനാ തന്നെ ശ്രീനാരായണ ഗുരു എന്തുകൊണ്ട് ആനന്ദസമ്പൂർണനായിരുന്നു? നമ്മൾ ജനിച്ച് മരിച്ചു വീഴും വരെ കരഞ്ഞുകൊണ്ടേ ഇരിക്കണു, കരഞ്ഞുകൊണ്ടേ ജനിക്കണു, കരഞ്ഞുകൊണ്ടേ മരിക്കണു. നമ്മളുടെ നിരന്തര ധ്യാനം എന്നുള്ളത് വൈഷയികമാണ്, വിഷയപരമാണ്. വിഷയപരമായ ധ്യാനം എന്ന് വെച്ചാൽ ശ്രദ്ധയുടെ നിരന്തരമായ ഒഴുക്ക് ധ്യേയവസ്തുവിലേക്ക്. ഈശ്വര ധ്യാനവുമുണ്ട്, വിഷയപരമായ ധ്യാനവുമുണ്ട്. ഇപ്പം മക്കളെയും പേരക്കിടാങ്ങളെയും പണത്തെയും ശരീരത്തെയും ഒക്കെ നിരന്തരം നമ്മൾ സ്മരിക്കുമ്പോൾ ആ ധ്യാനം വിഷയപരമാണ്. നമ്മൾ വർഷത്തിലൊരിക്കൽ സത്സംഗം, ഗുരുദേവ സത്സംഗം പഠനശിബിരം സംഘടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ 3 ദിവസം ഇതിൽ മുഴുകിയിരിക്കണം. ഞാനിവിടെ വന്നപ്പോൾ ഗാന്ധിചേട്ടൻ അവിടെ എഴുന്നേറ്റ് തൊഴുതേ നിൽക്കണം. ഗാന്ധിചേട്ടൻ നമസ്തേ പറഞ്ഞ് നിൽക്കണു, ഞാൻ നമസ്തേ പറഞ്ഞു. ഈ 3 ദിവസം നമ്മൾ ഗുരുദേവ വിചാരത്തിൽ മുഴുകണം. പിന്നെ രാവിലെയും വൈകുന്നേരവും ഇപ്പോൾ ഇവിടെ പൊതുവേ ഇരിക്കുന്ന ആളുകൾ കാലത്ത് തൊട്ടേ ഒരു ദിവസം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഗുരുദേവനോട് ഭക്തിയും ശ്രദ്ധയും, അല്ലെങ്കിൽ ഗുരുദേവ കൃതികൾ ഭക്തിയും ശ്രദ്ധയും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ രാവിലെ വൈകുന്നേരമൊക്കെ ജപധ്യാനാദികൾ ചെയ്യാം, ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യാം. ആ കുറച്ച് സമയത്തേക്ക് ഭഗവാനെ ആശ്രയിക്കണം. ബാക്കി സമയമൊക്കെയോ വിഷയങ്ങളെ ആശ്രയിക്കുന്നു. ഞാൻ വ്യക്തിയാണ്, ഞാൻ ദേഹമാണ്, അങ്ങനെ ആശ്രയിക്കണം. ഈ CV ഗോപാല മുൻസിഫ് ശ്രീനാരായണ ഗുരു അവിടെ നിന്ന് പിരിയുമ്പോൾ അനേക സമയം പൊട്ടിക്കരഞ്ഞെന്ന് മാത്രമല്ല, ഭഗവാനുള്ള ഭക്തി കൊണ്ട് ലോകവിഷയങ്ങളെ വിസ്മരിച്ചു പോയ ഒരു വ്യക്തിത്വമാണ്. ലോക വിഷയങ്ങൾക്കല്ല, തൻ്റെ ഉള്ളിൽ ഭഗവത് ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ച മഹാപുരുഷനാണ്. CV ഗോപാല മുൻസിഫ് ഉൾപ്പെടെയുള്ള മലബാറിലെ ശിഷ്യന്മാരെയെല്ലാം ശ്രീമാൻ ഓങ്കാർ ഗുരുദേവ മാസികയിലൂടെ പരിചയപ്പെടുത്തിയത് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
അത് ചമ്പാടൻ വിജയൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതിൽ ഈ മുൻസിഫിക്കനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടി തിരുവവതാരം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ട്. അനേക ഉത്തരങ്ങളുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം, ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ പരിശോധിക്കുമ്പോഴുള്ള ശരിയായ ഉത്തരം, വിഷയപരമായ ധ്യാനനിഷ്ഠ നിന്നും ആത്മധ്യാനനിഷ്ഠയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ വന്നത്. ഒരിക്കൽ കൂടി പറയാം, ഗുരുദേവൻ എന്തിനു വേണ്ടി അവതരിച്ചു? അപ്പോൾ ഗുരുദേവൻ നമുക്ക് അനേക ഉത്തരങ്ങളുണ്ട്. മതേതര ആധ്യാത്മികതയ്ക്ക് വേണ്ടി അവതരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുമത നവോത്ഥാനത്തിന് വേണ്ടി അവതരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി അവതരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ നവോത്ഥാന നായകനാവാൻ വേണ്ടി അവതരിച്ചു. ഇതൊന്നും നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതിയിൽ കാണാൻ പറ്റില്ല. ആ കൃതിയിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വിഷയനിഷ്ഠമായിരിക്കുന്ന നമ്മളുടെ മനസ്സ്, ആ മനസ്സിനെ ആത്മനിഷ്ഠമാക്കുക. ജീവിതത്തിൽ ഇവിടെ ആനന്ദത്തിന് സഹജസ്ഥിതി ഉണ്ടാവുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ദുഃഖവിമോചനം ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിൽ ആനന്ദപ്രാപ്തി ഉണ്ടാവണം. ആ ആനന്ദപ്രാപ്തിക്ക് നമ്മൾ ലോകവിഷയങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കണം. എപ്പോഴും ലോകവിഷയങ്ങളിലും എനിക്ക് പണം ഉണ്ടായാൽ, എനിക്ക് പദവി ഉണ്ടായാൽ, എനിക്ക് ഇന്ന രോഗം മാറിയാൽ, എനിക്ക് ഇന്ന പ്രശ്നം തീർന്നാൽ എനിക്ക് ദുഃഖനിവൃത്തി ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഗുരുദേവൻ പറയണു, മാറ്റം വരുത്തേണ്ടത് ലോകവിഷയങ്ങളിലല്ല, നമ്മളുടെ അന്ധകരണത്തിലാണ്. ആ അന്ധകരണത്തിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി നിരന്തരം നിൽക്കാനുള്ള ശേഷി ഉണ്ടാവണം. ആ അന്ധകരണത്തിന് എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്ന് ചിന്നാഭിയിൽ കലരാനുള്ള ത്രാണി ഉണ്ടാവണം. ആ അന്ധകരണത്തിന് എപ്പോഴും ഭഗവാനിൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം, ഭഗവാനിൽ നിശ്ചലമാകാനുള്ള ശേഷി ഉണ്ടാവണം. അങ്ങനെ ഒരു ശേഷി ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി, അങ്ങനെ അറിവായി ഇരിക്കാനുള്ള ശേഷി ഉണ്ടാവണം. എന്തിന്? അന്ധകരണത്തിന്. അങ്ങനെ അന്ധകരണത്തിന് ശേഷി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ജീവന്മാരെ പ്രാപ്തരാക്കാനാണ് ശ്രീനാരായണ ഗുരു വന്നത്. പിന്നെ നവോത്ഥാനവും ഏകലോക സൃഷ്ടിയും ഒരു ജാതി ഒരു മതം ഒരു ദൈവവും ഒക്കെ അതിൻ്റെ അവാന്തര ഫലങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു വന്നത് നമ്മളുടെ അന്ധകരണത്തിന് ആനന്ദനിധിയായ ആത്മവസ്തുവിന് അഭിമുഖമായി നിലകൊള്ളാനുള്ള ശേഷി ഉണ്ടാക്കാനാണ്. ഗുരുദേവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടായിരുന്നു. ഗുരുദേവൻ്റെ എല്ലാ കൃതികളും അതിനു വേണ്ടിയിട്ടാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോഴേ ഗുരുദേവൻ്റെ ചരിത്രം നോക്കുമ്പോൾ ജനിക്കുമ്പോഴേ ആനന്ദസ്വരൂപനായിട്ട് ജനിച്ചു, ധ്യാനനിമഗ്നനാണ്. 5 വയസ്സിൽ മുത്തശ്ശി മരിച്ചു. 5 വയസ്സുകാരനെ കുട്ടി കാട്ടിൽ ധ്യാനനിമഗ്നനായിരിക്കുന്നു. അതിനുശേഷം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വാരണപ്പള്ളിയിൽ പോകണു. വാരണപ്പള്ളി പോകുമ്പോൾ വാരണപ്പള്ളി തറവാട്ടുകാർ ശ്രീനാരായണ ഗുരുവിനെ ഒരു പ്രത്യേക വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, കുന്നത്ത് വീട്ടിൽ. എന്ത് കാരണം? ശ്രീനാരായണ ഗുരുദേവന് ധ്യാനത്തിന് ഭംഗം വരാതിരിക്കാൻ. ശ്രീനാരായണ ഗുരു ആ വിദ്യാർത്ഥി ജീവിതത്തിലും ധ്യാനനിമഗ്നനായിരിക്കുന്നത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനുശേഷം ശ്രീനാരായണ ഗുരു നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അധ്യാപകനായിട്ട് കുടിപ്പുള്ളിക്കൂടം കെട്ടി പഠിപ്പിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ശ്രീനാരായണ ഗുരു വീട്ടിലില്ല, കാട്ടിൽ പോയിട്ട് ധ്യാനനിമഗ്നനായിരിക്കണം. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരായിരുന്ന ആളുകൾ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗീതാൻ സ്വാമി മുതലായവരോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ കുറേ ദിവസം ഉണ്ടാവില്ല. കുടിപ്പള്ളി കൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അനേക ദിവസം ഏകാന്ത ധ്യാന നിമഗ്നനായിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ആ ധ്യാന നിമഗ്നതയിൽ നിന്ന് ഉണർന്നു വന്നിട്ട് വീണ്ടും അധ്യാപകനായിട്ട് തുടരും. അങ്ങനെ ഇരിക്കുക പിന്നെ
പെർമനൻ്റായിട്ട് വീട് വിട്ടുപോയി. അത് മരുത്വാമലയിലാണ് എത്തിയത്. മരുത്വാമലയിൽ വെച്ച് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിന് സമാപ്തി ആയി. ധ്യാനം സഹജമായതിനു ശേഷമാണ് അരിയപ്പുറത്തേക്ക് വന്നത്. ധ്യാനത്തിൻ്റെ മുറിഞ്ഞുള്ള ശ്രദ്ധയുടെ ഒഴുക്ക് ധ്യാനം സഹജമായി തീരുമ്പോൾ അത് സമാധി. അങ്ങനെ ജീവന്മാരെ ധ്യാനനിമഗ്നരാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വന്നത്. എങ്ങനെ മനസ്സിലാക്കാം? ശ്രീനാരായണ ഗുരുദേവൻ്റെ ചരിത്രം വസ്തുതാപരമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ വസ്തുതാപരമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഏത് കൃതി എടുത്ത് നോക്കിയാലും. ഈ നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് കാണുന്നവനായ ഞാനും, പിന്നെ കാണപ്പെടുന്ന ലോകവും. ഈ കാണപ്പെടുന്ന ലോകം എന്താണ്? ഈ കാണപ്പെടുന്ന ലോകം വിശ്വം, അറിവാം, മരുവിൽ, പ്രവാഹം. ഈ കാണുന്നവനായ ഞാനോ ആത്മാവിലില്ല അഹങ്കൃതി. ഈ കാണുന്നവനായ ഞാൻ ഈ വ്യക്തിയെയല്ല, ശുദ്ധമായ ബോധമാണ്. ഈ കാണപ്പെടുന്ന ലോകം ശുദ്ധമായ ലോകത്തിൽ മനസ്സ് വരുമ്പോൾ താൽക്കാലികമായി കാണുന്നതാണ്. ദേഹവും ലോകവും എല്ലാം സ്വപ്നത്തിലെന്നവണ്ണം കാണപ്പെടുന്നതാണ്. യഥാർത്ഥത്തിലുള്ളത് പരമാത്മ വസ്തുവാണ്. ആ പരമാത്മ വസ്തുവിലേക്ക് നിരന്തരം ശ്രദ്ധയെ കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് വ്യവഹരിക്കണം. കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങണം. എന്തിനെ? അകവും പുറവും തിങ്ങി പ്രകാശിക്കുന്ന ആ കരുവിനെ, ദൈവത്തിനെ. ലോകം വ്യവഹരിക്കത്തക്കതാണ്, ധ്യാനിക്കത്തക്കത് ആത്മവസ്തു മാത്രമാണ്. നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നമ്മൾ സീസണലായിട്ട് കാലത്തും വൈകുന്നേരവും ഭഗവാനിൽ വ്യവഹരിക്കും ഭക്തിയുള്ളവർ. പിന്നെ മണ്ഡലകാലം വരുമ്പോഴും നമ്മൾ താൽക്കാലികമായിട്ട് അമ്പലങ്ങളിലൊക്കെ വലിയ തിരക്ക് ഭഗവാനിൽ വ്യവഹരിക്കും. ബാക്കി മുഴുവൻ സമയവും ധ്യാനനിഷ്ഠരായിരിക്കുന്നു. ഞാൻ ഈ ദേഹമാണ്, ഞാൻ ഈ വ്യക്തിയാണ്, ലോകം സത്യമാണ്, ലോകമാണ് എൻ്റെ ആനന്ദത്തിന് സ്രോതസ്സ്. അപ്പോൾ ലോകം ആനന്ദത്തിന് ഇരിപ്പിടമാണെന്നും ഞാൻ വ്യക്തിയാണെന്നും ദേഹമാണെന്നും ഉള്ളതിനെ തിരുത്താനും, ഈ ലോകം ആനന്ദത്തിനല്ല ഇരിപ്പിടം, ഞാൻ വ്യക്തിയുമല്ല, ഞാൻ ഈ ശരീരവുമല്ല, ഞാൻ ശുദ്ധബോധമാണെന്നുള്ളത് ഉറപ്പിച്ചിട്ട് നമ്മളുടെ മനസ്സിനെ ആത്മവസ്തുവിലേക്ക് അഭിമുഖമാക്കി നിർത്താൻ, അങ്ങനെ ആത്മധ്യാനത്തിന് ജീവിതത്തിൻ്റെ സഹജഭാവമാക്കി മാറ്റി ജീവിക്കുകയും ലോകം വ്യവഹരിക്കത്തക്കതാക്കി നിലനിർത്തുകയും ചെയ്യുക. ലോകം വ്യവഹരിക്കത്തക്കതാണ്, ഈശ്വരൻ ധ്യാനിക്കത്തക്കതാണ്. നമ്മളിപ്പോഴങ്ങനെയല്ല, എപ്പോഴും നിരന്തരം ശ്രദ്ധ എടുത്തുകൊണ്ടേയിരിക്കുന്നത് ദേഹവും ലോകവുമാണ്. ഞാൻ പൊതുവെ ഇപ്പോൾ ഈ പ്രഭാഷണങ്ങൾക്ക് പോവാറില്ല, പ്രസംഗങ്ങൾക്കും പോവാറില്ല. കാരണം ഏത് സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നേരം പോക്കും കഥയുമാണ് വേണ്ടത്. പഠനാത്മകത വളരെ കുറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഞാൻ തന്നെ ഉള്ള പഠിതാക്കളുള്ള പഠനകേന്ദ്രങ്ങളുണ്ട്, അവിടെ മാത്രം പോവുള്ളൂ. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് പോകാറില്ല. ഇവിടെ ഈ പ്രസിഡൻറ്റിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാനിന്നിവിടെ വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ കഴിയുന്ന ഒഴിഞ്ഞു നോക്കി എന്നെ നിർബന്ധമായിട്ട് പറഞ്ഞു. അദ്ദേഹം വളരെ കാലത്തെ ബന്ധമുള്ളതുകൊണ്ട് വന്നതാണ്. കാരണം ഈ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളത്, ഈ സമയം ശ്രോതാവിനാണെങ്കിലും വക്താവിനാണെങ്കിലും പ്രയോജനപ്രദമാകണമെങ്കിൽ അവിടെ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യപ്പെടണം. ഇന്നങ്ങനെയല്ല, ആളുകൾ വന്നിരിക്കുന്നത് മിമിക്രി, മോണാക്ട്, കഥ കേൾക്കാനായിട്ടാണ്. പഠന ക്ലാസ്സുകളൊന്നും നിലവിൽ വളരെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. വലിയ സദസ്സ്, ഞാനിപ്പോൾ ഇവിടെ ദർശനോത്സവം നടത്തിയിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകളുള്ള സദസ്സ് നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ നടത്തുമ്പോൾ 10,000-15,000 പേരുണ്ടായിരുന്നു. നിങ്ങൾ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ആചാര്യനായിരുന്നു, ഒരാഴ്ച നടത്തിയതാണ്. പക്ഷേ അതുകൊണ്ടൊന്നൊരു
ഗുണകരമായ പരിവർത്തനം ആ വരുന്നവർ ആ സമയത്ത് അങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കണു. അത് കഴിഞ്ഞിട്ട് അവരതൊക്കെ കളഞ്ഞിട്ട് ആ വഴി പോകണം. ഒരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ പോകണമെങ്കിൽ ഇപ്പോഴും തന്നെ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, 1 മണിക്കൂറാണ് എനിക്ക്, 4 മണി തൊട്ട് 5 മണി വരെ 1 മണിക്കൂർ. ഞാൻ 1 മണിക്കൂറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി 3 തൊട്ട് 5 മണി വരെ സംസാരിക്കണം. അപ്പോൾ വൈകുന്നേരമാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത്. എന്തു പറ്റിയത്, ഞാൻ രാത്രി 1:30 മണി വരെ ഇരുന്ന് ഈ മെഡിറ്റേഷൻ എന്താണ്, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ദർശനത്തിൽ എവിടെയൊക്കെയാണ്, ആധുനിക ശാസ്ത്ര മെഡിറ്റേഷനെ കുറിച്ച് എന്താ പറയണേ, മെഡിറ്റേഷനെ കുറിച്ച് ആദ്യം നടന്ന ഗവേഷണം എന്താണ്, ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങൾ എന്താണ്, ഇതെല്ലാം കുത്തിയിരുന്ന് നോട്ടെഴുതി വന്നപ്പോൾ രാത്രി 1:30 മണി. എൻ്റെ ഉറക്കമെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ കുത്തിയിരുന്ന് നോട്ടെഴുതിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും 1 മണിക്കൂർ. ഇപ്പം ഞാൻ ഈ 2 മണിക്കൂറുള്ള നോട്ടും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിമിതി വരും. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തിന് തിരുവാവതാരം ചെയ്തു വന്നു? നമ്മളെ ധ്യാന നിമഗ്നരാക്കാൻ. നമ്മൾ വിഷയധ്യാനം, നമുക്കിപ്പോഴും ധ്യാനമുണ്ട്, നമ്മളെല്ലാവരും ധ്യാനിക്കുന്നവരാണ്, അല്ലാതെ ധ്യാനിക്കാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാണ്? വിഷയങ്ങളെയാണ്. വിഷയങ്ങളെ ധ്യാനിച്ചാൽ, വിഷയങ്ങളെ ആശ്രയിച്ചാൽ ആ ദുഃഖത്തിലെ കലാശിക്കും. അപ്പോൾ എന്തിനാ ധ്യാനിക്കണം? നമ്മൾ എന്തിനാണ് നിരന്തരം അന്വേഷിക്കുന്നത്? ശാന്തിയാണ്. ആ ശാന്തിക്ക് ഇരിപ്പിടമായിരിക്കുന്ന ആത്മവസ്തുവിനെ ധ്യാനിക്കണം. ഇനി ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? യോഗ മാർഗത്തിലുള്ള മാർഗങ്ങളുണ്ട്. യോഗ മാർഗം നിർദ്ദേശിക്കുന്നു, ധ്യാന രീതികളുണ്ട്. ഭക്തിമാർഗം നിർദ്ദേശിക്കുന്നവരുണ്ട്, വിചാരമാർഗം നിർദ്ദേശിക്കുന്ന ധ്യാനരീതിയുമുണ്ട്. യോഗമാർഗത്തിലുള്ള ധ്യാനരീതികളെ ശ്രീനാരായണ ഗുരു അവലംബിച്ചിരുന്നു. എന്താ തെളിവ്? കുണ്ടലിനി പാട്ടാണ് തെളിവ്. ശുദ്ധാവത്ത കുണ്ടലിനി പാട്ടൊരു സ്തോത്രകൃതിയാണ്. അതിലൊരു സ്ഥലത്തുമേ ഈ യോഗ ദർശനത്തെക്കുറിച്ചിട്ടുള്ള, യോഗ അനുഭൂതിയെക്കുറിച്ചിട്ടുള്ള ഒരു സൂചനയുമില്ല. അതിൻ്റെ ശരിക്കുള്ള പേര് പാമ്പാട്ടി ചിന്തെന്നാണ്. അതൊരു ശിവസ്തുതിയാണ്. പാമ്പാട്ടി സിദ്ധർ എഴുതിയ പാടലുകളെ മാതൃകയാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയൊരു ശിവസ്തുതിയാണിത്. അതാരോ അതിന് നമ്മുടെ കഷ്ടകാലത്തിന് കുണ്ടലിനി പാട്ടെന്ന് പേരിട്ടു. അതോടുകൂടി ആ കൃതിയുടെ തലവരെയെ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഗുരുദേവൻ്റെ യൗകിക അനുഭൂതികളുള്ളത് സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടുള്ള കൃതികളിലാണ്. സുബ്രഹ്മണ്യനെ കുറിച്ചിട്ടുള്ള കൃതികളിൽ യൗകിക അനുഭൂതിയുണ്ട്. എൻജാണ്ടൊട്ടൂടെയുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നിടത്ത് യൗകിക അനുഭൂതിയാണ്. അപ്പോൾ പിന്നെ മറ്റു ചില കൃതികളിലും സൂചന വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും യോഗമാർഗ സാധനയെ ഗുരുദേവൻ ഉപദേശിക്കുന്നില്ല. ഗുരുദേവൻ ഉദ്ദേശിക്കുന്ന ധ്യാന രീതി എന്ന് പറയുന്നത് ഭക്തി മാർഗത്തിലുള്ളതും വിചാരമാർഗത്തിലുമുള്ളതാണ്. ഭക്തിമാർഗത്തിലുള്ള ധ്യാനരീതി ഇഷ്ടദേവതയുടെ രൂപധ്യാനത്തോടു കൂടിയിട്ട് ഇഷ്ടദേവതയുടെ കീർത്തനങ്ങൾ ചൊല്ലുക, മന്ത്രങ്ങൾ ചൊല്ലുക, ഇതാണ്. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും അവിടെയൊക്കെ പറയണത് അതാണ്. അവിടെ വിചാരമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, രണ്ടും പറയുന്നുണ്ട് ആ പദ്യത്തിൽ. ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടണം അറിയുമായി. അവിടെ വിചാരമാർഗത്തിലുള്ള സാധനയാണ്. മനസ്സ് ഉണരരുത്, വിഷയങ്ങളിലേക്ക് ഉണരാതെ, മനസ്സ് ഉറങ്ങാതെ. നമ്മുടെ മനസ്സിനോട് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ പണിയേ ഉള്ളൂ മനസ്സിന്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള വിഷയമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി ഗുളിയൊന്നും കഴിക്കണ്ട, ഉറക്കം വന്നോളും. തനിയെ ഉറക്കം വന്നോളും, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിനെ ഒന്നുകിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ, 2 വഴിയേ അറിയുള്ളൂ. ഉണരരുത് ഇങ്ങനെ ആത്മവസ്തുവിലേക്ക് മനസ്സ് അമരാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് വിഷയങ്ങളിലേക്ക് ചിന്തിച്ച് ചാടിപ്പോകരുത്. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് ലയിച്ചു പോകരുത്. ലയം, വിക്ഷേപം, ഈ 2 ദോഷങ്ങൾക്കിടവരാതെ അറിവായിരിക്കാൻ സാധിക്കണം. ഇനി അത് സാധിക്കില്ലെങ്കിൽ
ആ അറിവ് മനുഷ്യാകൃതി കൊണ്ടുവന്ന മഹാപുരുഷന്മാരുടെ ശ്രീപാദ സേവ ചെയ്യണം. അപ്പോൾ ധ്യാനം എന്നുള്ളത് ഭക്തിമാർഗത്തിൽ ഇഷ്ടദേവതയുടെ രൂപധ്യാനത്തോടു കൂടിയിട്ടുള്ള ഇഷ്ടദേവതയുടെ മൂലമന്ത്ര ജപം, നാമജപം, കീർത്തനം, ചൊല്ലൽ, ഇതൊക്കെ ഇഷ്ടദേവത മാർഗത്തിൽ ഉള്ള ധ്യാനമാണ്. വിചാരമാർഗത്തിലേക്ക് വരുമ്പോൾ കാണുന്നവൻ കാഴ്ച. ഈ കാണുന്നവൻ എന്താണ്? ഈ കാഴ്ച എന്താണ്? കഹ അഹം ഇദം ജഗത് കുതഹ. ഇത് വിചാരമാർഗത്തിലെ ധ്യാന രീതിയാണ്. ഇനി ഈ ധ്യാനത്തിന് എന്താണ് ജീവിതത്തിലുള്ള പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. ഇവിടെ വന്നു, നിങ്ങൾ 3 ദിവസത്തിൽ പങ്കെടുത്തു, എന്ത് പ്രയോജനം? വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ അത് ബോറടിക്കാതെ ഇരുന്നു, അങ്ങനെയാണോ? എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രയോജനം, ആത്മധ്യാന നിരതരായാൽ, ഭഗവത് ധ്യാന നിരതരായാൽ അന്ധക്കരണ യോഗ്യതയുള്ളവർക്ക് പൂർണ്ണ അനുഭൂതി ഉണ്ടാവും. അതാണ് ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ പ്രയോജനം. അന്ധക്കരണ യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ, അങ്ങനെ പൂർണ്ണാനുഭൂതിക്ക് വേണ്ട യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ, ഈ ജപധ്യാനാദികൾ അവരുടെ അന്ധക്കരണത്തിന് ഏകാഗ്രതയും സത്വഗുണവും കൊടുത്തുകൊണ്ട് പൂർണ്ണാനുഭൂതിക്ക് അന്ധക്കരണത്തെ യോഗ്യമാക്കും. അപ്പം അന്ധക്കരണം പരിപക്വമാണെങ്കിൽ ഗുരുദേവന് ഉപദേശിച്ചതായ രൂപത്തിലുള്ള ധ്യാനം പരിശീലിക്കുമ്പോൾ തന്നെ അവർക്ക് പൂർണ്ണാനുഭൂതി ഉണ്ടാവും. അങ്ങനെ ഒരു ധ്യാനം അവർക്ക് പൂർണ്ണാനുഭൂതിയെ കൊടുക്കുന്നില്ല. ഇപ്പോൾ തത്വവിചാരം ചെയ്തു, ഞാൻ ആരാണെന്നും ലോകം എന്താണെന്നൊക്കെ വിചാരം ചെയ്തു, ഞാൻ നിൽക്കുന്നിടത്തും ശുദ്ധമായ ബോധമാണ്, ലോകം നിൽക്കുന്നിടത്തും ശുദ്ധമായ ബോധമാണെന്നൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, അത് അനുഭൂതിയെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്തോറും ആ ജീവൻ്റെ അന്ധകരണത്തിൽ ശാന്തി അനുഭൂതിക്ക് വേണ്ട യോഗ്യത പതുക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ധ്യാനത്തിൻ്റെ പ്രയോജനം, ആധ്യാത്മികമായിട്ടുള്ള പ്രയോജനം ദുഃഖസ്പർശമില്ലാത്ത ആനന്ദാനുഭൂതിയാണ്. ഇനി ദുഃഖസ്പർശമില്ലാത്ത ആനന്ദാനുഭൂതി സിദ്ധമാവുന്നില്ലെങ്കിൽ തന്നെ ആനന്ദാനുഭൂതി സിദ്ധിക്കുന്നതിന് വേണ്ട അന്ധക്കരണ യോഗ്യതാസിദ്ധിയാണ് അതിൻ്റെ മറ്റു പ്രയോജനം. പൂർണ്ണമായ അന്ധകരണം യോഗ്യമാണെങ്കിൽ പൂർണ്ണാനുഭൂതി, അന്ധകരണം അങ്ങനെ ഒരു പൂർണ്ണാനുഭൂതിക്ക് യോഗ്യമല്ലെങ്കിൽ ആ ജീവന് അന്ധകരണ ശുദ്ധി അതുകൊണ്ടുണ്ടാവും, ക്രമാനുഗതമായി പൂർണ്ണാനുഭൂതിയും ഉണ്ടാവും. ഇങ്ങനെ തന്നെ ചെയ്താണ് ഗുരുദേവ കൃതികളിൽ പറയുന്നുണ്ട്. ഇനി അപ്പോൾ ധ്യാനത്തിൻ്റെ ആധ്യാത്മികശാസ്ത്രപരമായ പ്രയോജനം പറഞ്ഞത് 2ആണ്. ഇനി ആ ധ്യാനത്തിൻ്റെ ശരീരശാസ്ത്രപരമായ പ്രയോജനം പറയാം. ഇന്ന് ക്യാൻസർ വളരെ വ്യാപകമാണ്. ക്യാൻസർ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്തിലൊക്കെ ഒരു ക്യാൻസർ രോഗി ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇന്നൊരു 10 വീടുണ്ടെങ്കിൽ 10 വീട്ടിലൊരു ആൾ ക്യാൻസറാണ്. അത്ര കണ്ട് വ്യാപകത്വം വന്നുകൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല, ഇത് ലോകവ്യാപകമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഈ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണം എന്താ? ഇപ്പോൾ ക്യാൻസറിന് ചികിത്സയുണ്ട്, കീമോതെറാപ്പിയാണ് ചികിത്സ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഇത് നാളെ ഗുരുപദൻ TV ധർമ്മപ്രചാരണ മേഖലയിൽ അനവരതം പ്രവർത്തിക്കുന്നൊരു TV-യാണ്. ഉറച്ച ഗുരുദേവ ഭക്തനാണ് അനീഷ്. അയാളുടെ ഭക്തി കൊണ്ട് ചെയ്യുന്നതാണ്. നാളെ ഇത് ശാശ്വതമായിട്ട് രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് ആമുഖമായിട്ട് പറയണം, ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് പറയുന്നത്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല. കീമോതെറാപ്പി ഉണ്ട്. കീമോതെറാപ്പി പോലെ ഫലപ്രദമായ പൈസയിലുമില്ലാത്ത മറ്റൊരു തെറാപ്പി
ഓങ്കോളജിസ്റ്റുമാർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അതിന് പ്രചാരമില്ല. മെറ്റാബോളിക് തെറാപ്പി നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കോ. കീമോതെറാപ്പി പോലെ തന്നെ ഫലപ്രദമാണ് മെറ്റാബോളിക് തെറാപ്പി. മെറ്റാബോളിക് തെറാപ്പി സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഇപ്പം അതിനെ നെറ്റിലിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കോ. കീമോതെറാപ്പി പോലെ തന്നെ ഫലപ്രദമാണ്. ഓട്ടോ വാർബർഗ്, OTTO, ഓട്ടോ വാർബർഗ്, WARBURG, ഓട്ടോ വാർബർഗ്. ഇദ്ദേഹം ശരീരശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ഓങ്കോളജിസ്റ്റാണ്. ഇദ്ദേഹം പറയണു ഈ ക്യാൻസർ എന്നുള്ളത് മെറ്റാബോളിക് ഡിസീസാണ്. ആ മെറ്റാബോളിക് തകരാറ് കൊണ്ട്, മെറ്റാബോളിക് പ്രവർത്തന തകരാറ് കൊണ്ടിട്ട് നമുക്ക് ജീൻ മ്യൂട്ടേഷൻ വരണം. ജീൻ മ്യൂട്ടേഷൻ വന്നിട്ട് അത് ക്യാൻസർ ആവണം. അപ്പോൾ മെറ്റാബോളിക് പ്രോബ്ലം ആദ്യം ഉണ്ടാവണം, അതിനുശേഷം ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാവണം, അതിനുശേഷം ക്യാൻസർ ആവണം. അപ്പോൾ ക്യാൻസറിൻ്റെ തൊട്ടു പുറകിലുള്ള കാരണം ജീൻ മ്യൂട്ടേഷൻ, അതിൻ്റെ പുറകിലുള്ള കാരണം മെറ്റാബോളിക് ഡിസോർഡർ. നോക്കാം, ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ 1931 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞു, ഇദ്ദേഹം കടന്നുപോയി. ഈ ജീൻ മ്യൂട്ടേഷൻ എന്നുള്ളതിൽ കൂടുതൽ കേന്ദ്രീകരിക്കുകയും കീമോതെറാപ്പിയാണ് പരിഹാരം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തത്. എന്നാൽ ഇനി ഞാനൊരു പേര് പറയാം, ഞാൻ പുസ്തകത്തിൻ്റെ പേരുമൊക്കെ പറയാം, നിങ്ങൾക്ക് പോയിട്ട് ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ വളരെ ബുദ്ധിമുട്ടി കൂത്തിയിരുന്ന് ഇന്നലെ രാത്രിയാണ് ഇന്നെല്ലാം എഴുതി തയ്യാറാക്കിയത്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇതിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമാൻ ബാബുരാജാണ്, അതുപോലെ സെക്രട്ടറിയുമാണ്. ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവണില്ല, ഉപദ്രവമായി പോയെങ്കിലും ഇവർ രണ്ടെണ്ണം ഉത്തരവാദികൾ. ഇവരാണ് എന്നോട് ക്ഷണിച്ച് നിർബന്ധമായിട്ട് വരുത്തിയത്. ഞാൻ പലവഴിക്കും പോയതാണ്. എ സമ്മറി ഓഫ് ക്യാൻസർ ആസ് എ മെറ്റാബോളിക് ഡിസീസ് ബെസ്റ്റ് സെല്ലർ ഗ്രന്ഥമാണ് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ. എന്താണ് എ സമ്മറി ഓഫ് ക്യാൻസർ ആസ് എ മെറ്റാബോളിക് ഡിസീസ്? ആ ഓങ്കോളജിസ്റ്റിൻ്റെ പേര് ഡോക്ടർ തോമസ് സേഫ്രൈഡ്, SEYFRIED, തോമസ് സേഫ്രൈഡ്. വളരെ വൃദ്ധനായിട്ടുള്ള 10-30 വർഷമായിട്ട് മെറ്റാബോളിക് തെറാപ്പിയിലൂടെ അനേകം പേരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഓങ്കോളജിസ്റ്റാണ്. ഈ മെറ്റാബോളിക് തെറാപ്പിയിൽ എന്തൊക്കെയാണ് യൂസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെന്താ മെറ്റാബോളിക് തെറാപ്പി എന്നുള്ളതിന് പ്രചാരം കിട്ടാതെ പോയതെന്ന്. മെറ്റാബോളിക് തെറാപ്പിയിൽ ഒന്ന് ഭക്ഷണക്രമം, ഉപവാസം, പിന്നെ ഈ ഇതുണ്ടല്ലോ അക്യൂപ്രഷർ, മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറയുന്നതിനൊന്നും ഒരു ഓങ്കോളജിസ്റ്റ് ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങേര് അടിസ്ഥാനപരമായിട്ട് ഇങ്ങേര് ഓങ്കോളജിസ്റ്റാണ്. ഇദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ജനറ്റിക് ജീൻ മ്യൂട്ടേഷൻ ആണെന്നുള്ളതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് രീതിക്ക് പ്രചാരം കൊടുക്കാൻ കാരണം ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥ കാരണം ജീൻ മ്യൂട്ടേഷനല്ല. ജീൻ മ്യൂട്ടേഷൻ്റെ പുറകിലുള്ള കാരണം മെറ്റാബോളിക് ഡിസോർഡറാണ്. അതിന്ന് വരെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പം മെറ്റാബോളിക് ഡിസോർഡർ കൊണ്ടുണ്ടാകുന്നൊരു അസുഖത്തിന് ചികിത്സ മെറ്റാബോളിക് തലത്തിലെ കറക്ഷനാണ്. സിമ്പിൾ ലോജിക്കാണ്. അങ്ങനെ ഇദ്ദേഹം ട്രീറ്റ് ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തി 30 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പേര് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അങ്ങേരുടെ യൂട്യൂബിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കിട്ടും. പിന്നെ അങ്ങേരുടെ ഈ പുസ്തകങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് നോക്കാൻ പഠിക്കാം. അപ്പോൾ ക്യാൻസറിൻ്റെ പ്രതിരോധത്തിനും ക്യാൻസർ വന്നാൽ ചികിത്സയ്ക്കും മെഡിറ്റേഷൻ ഒരു പ്രധാന ഘടകമാണ്. മെറ്റാബോളിക് ഡിസോർഡറിനുള്ള ജീൻ മ്യൂട്ടേഷൻ അതിനുള്ള പരിഹാരമായിട്ട്
മെറ്റാബോളിക് ഡിസോർഡറിനും പരിഹാരമായിട്ട് മെഡിറ്റേഷൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ രോഗ ചികിത്സയിൽ, ക്യാൻസർ രോഗ പ്രതിരോധത്തിലും ശാസ്ത്രീയമായിട്ട് തന്നെ മെഡിറ്റേഷന് സ്ഥാനമുണ്ട്. പിന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് പിന്നെ ഉള്ളത് ഹൃദ്രോഗമാണല്ലോ. നമ്മൾ ലോകത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഹൃദ്രോഗ വിദഗ്ധന്മാരെ ലിസ്റ്റ് എടുക്കുക. നിങ്ങൾ നെറ്റിൽ കയറി സെർച്ച് നോക്കുക. അതിൽ ഒന്നാമതായിട്ട് കയറി വരുന്ന പേരായിരിക്കും ഡോക്ടർ ഡീൻ ഓർനിഷ്. DEAN ഓർനിഷ്, ORNISH ഓർനിഷ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. പക്ഷെ അദ്ദേഹം ആണ് ബൈപ്പാസ് ശസ്ത്രക്രിയയില്ലാതെ എങ്ങനെ ഹൃദ്രോഗം സുഖപ്പെടുത്താം എന്ന ഗ്രന്ഥം എഴുതിയത്. ആ ബൈപ്പാസ് ശസ്ത്രക്രിയ ഇല്ലാതെ ഹൃദ്രോഗം സുഖപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രധാന ടൂള് യോഗ, പ്രാണായാമം, മെഡിറ്റേഷനാണ്. DC ബുക്സ് ഉൾപ്പെടെ ലോകത്തെ പ്രധാനപ്പെട്ട പ്രസാധകരെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ലഭ്യമാണ്. ബൈപ്പാസ് ശസ്ത്രക്രിയ ഇല്ലാതെ എങ്ങനെ ഹൃദ്രോഗം സുഖപ്പെടുത്താം. അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയൊക്കെ വിസ്തരിച്ചുകൊണ്ട് ലവ് ആൻഡ് സർവൈവൽ എന്നുള്ളൊരു ഗ്രന്ഥം അദ്ദേഹം പിന്നീട് എഴുതി. ലവ് ആൻഡ് സർവൈവൽ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണു, ഈ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന റിസ്ക് ഫാക്ടർ എന്താണ്. അപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞല്ലോ, ഈ ആത്മവിദ്യയുടെ സങ്കോചമാണ് ഈ സകല ദുഃഖങ്ങളും കാരണമെന്ന്. എവിടെയാണ്? അധ്യാരോപ ദർശനത്തിൽ, ദർശനമാലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആമുഖമായിട്ടെന്ന് പറഞ്ഞു. ഈ ഡീൻ ഓർനിഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ മെഡിറ്റേഷൻ ഇല്ലായ്മയാണെന്ന് പറയാതെ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ലവ് ആൻഡ് സർവൈവൽ എന്നുള്ള ഗ്രന്ഥം എടുക്കുക, അത് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹൃദ്രോഗത്തിൻ്റെ ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ പൊണ്ണത്തടിയല്ല, വ്യായാമമില്ലായ്മയല്ല, കൊളസ്ട്രോൾ അമിതമാക്കുന്ന ഇറച്ചിയും മാംസവും കഴിക്കുന്നതല്ല. അതെല്ലാം റിസ്ക് ഫാക്ടർ തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ അതൊന്നുമല്ല. പിന്നെ എന്തായിരിക്കാം? പൊണ്ണത്തടിയല്ല. നമ്മൾ കേൾക്കുന്ന ഇപ്പം ഇവിടെ പോയിട്ട് നമ്മളിവിടെ ഉള്ള ഹൃദ്രോഗത്തിനോട് എന്താണ് ഹൃദ്രോഗത്തിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും അത് പൊണ്ണത്തടിയാണ്, നിങ്ങൾ വ്യായാമം ചെയ്യാത്തതാണ്, നിങ്ങൾ ഇന്നാഹാരം അത് ഇതാതാണ്, അങ്ങനെ പറയും. ഇദ്ദേഹം ലോകത്തിലെ നമ്പർ 1 ഹൃദ്രോഗവിദഗ്ധൻ പറയണു, ഈ ഹൃദ്രോഗത്തിൻ്റെ ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ ഓക്സിറ്റോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അഭാവമാണ്. ഓക്സിറ്റോസിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അഭാവമാണ് ഹൃദ്രോഗത്തിൻ്റെ ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ. ഓക്സിറ്റോസിൻ എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇന്നിവിടെ കുറച്ച് മുമ്പ് മുരളി മാഷ് അനുകമ്പദശം എന്നാണ് കരുതി എടുത്തു അല്ലേ? അനുകമ്പദശം എന്ന കൃതിയിൽ ഒരു വീഠേറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിനും തിരുമൈ വിട്ടകലാതെ ചിന്തയും. 2 കാര്യങ്ങൾ തരണം എന്നാണ് പറയണേ. എന്തൊക്കെയാണ്? ലവ് ആൻഡ് ഡിവോഷൻ. എനിക്ക് അൺകണ്ടീഷണൽ ലവ്, എനിക്ക് നിരന്തരമായ ഭക്തി. ഇതൊരു 2 അല്ലേ പറയണേ? ആധുനിക ശാസ്ത്രം പറയണു അത്ഭുതം. നിങ്ങൾ നെറ്റിൽ കയറി നോക്കിക്കോ. ഓക്സിറ്റോസിൻ അൺകണ്ടീഷണൽ ലവിൻ്റെയും ഡിവോഷൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഓക്സിറ്റോസിൻ അൺകണ്ടീഷണൽ ലവിൻ്റെയും ഡിവോഷൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അനുകമ്പയില്ലാത്തവന് സർവ്വദുരന്തങ്ങളും വരുന്ന അവിടെയും പറയുന്നുണ്ട് ചെയ്യുന്നതാണ് ഗുരു. അപ്പോൾ ഹൃദ്രോഗം തടയണോ? ഓക്സിറ്റോസിൻ ഉണ്ടാവണം. ഓക്സിറ്റോസിൻ ഉണ്ടാവണോ? ഉറപ്പായി മെഡിറ്റേഷൻ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. ഒരേപോലെ ഓക്സിറ്റോസിൻ ഉണ്ടെങ്കിൽ ഈ ഹൃദ്രോഗത്തെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും, ഹൃദ്രോഗം വരുന്നതിനെ തടയാനും പറ്റും. ഇത് പറയണത് ആരാണ്? ഋഷിയല്ല പറയണേ. ഇത് പറയണത്
ഡീൻ ഓർണിഷ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദ്രോഗ വിദഗ്ധനാണ്. അപ്പം ഹൃദ്രോഗവും മെഡിറ്റേഷനായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയുള്ളത് പ്രഷറും പ്രമേഹമൊക്കെയാണ് പിന്നെ നമുക്ക് വ്യാപകമായിട്ടുള്ളത്. ഈ പ്രമേഹം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം പാൻക്രിയാസ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. ഈ പ്രഷർ വരാനെന്താ കാരണം? ഒരു ഓർഗൻ കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങുമ്പോഴാണ് പ്രഷർ വരുന്നത്. ഏത് ഓർഗനാണ്? ഏതാണ്? കിഡ്നിയുമായി റിലേറ്റഡ് ആണ്. ആർക്ക് പ്രഷർ വരുന്നുണ്ടോ കിഡ്നിയുടെ പ്രവർത്തനം താളന്നിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ പാൻക്രിയാസിനും കിഡ്നിക്കൊക്കെ പണി കൊടുക്കുന്നത് ആരാ? കോർട്ടിസോള്, ACTH, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. നാട്ടിലുള്ള ഗുണ്ടകളുടെ പേരല്ല, നമ്മളുടെ ശരീരത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരവർ. ആരാണവർ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്, സ്ട്രെസ് ഹോർമോണുകൾ. ഈ സ്ട്രെസ് ഹോർമോണുകളാണ് നമ്മളെ പ്രഷറിലേക്കും ഷുഗറിലേക്കും നയിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ പ്രഷറും പ്രമേഹവും ഒക്കെ കൊണ്ടുവരുന്നതിന് സ്ട്രെസ് ഹോർമോണുകൾക്ക് റോളുണ്ടെങ്കിൽ നേരെ ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റിലേക്ക് പോവാം. സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് ഹാൻസിലെ എന്നാണ്. അദ്ദേഹം ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്. ഹാൻസിലെ ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹം സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ്. അദ്ദേഹം പറയണു, ഈ നമ്മളുടെ ശരീരം ഈ സ്ട്രെസ്സ് വരുമ്പോൾ പ്രഷറും പ്രമേഹമൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരം ഇത് ഗുഹാമനുഷ്യൻ്റെ ശരീരമാണ്. ഗുഹാമനുഷ്യൻ്റെ സ്ട്രെസ്സ് ഫിസിക്കൽ സ്ട്രെസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുഹാമനുഷ്യൻ്റെ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനം ഫിസിക്കൽ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനമായിരുന്നു. അപ്പോൾ സ്ട്രെസ്സ് ഫിസിക്കലാണ്, സ്ട്രെസ് റെസ്പോൺസ് സംവിധാനവും ഫിസിക്കലാണ്. അന്ന് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഈ സ്ട്രെസ്സ് കാരണം ഉണ്ടാവുന്നില്ല. എന്നാൽ എന്ന് വ്യവസായ വിപ്ലവം ആരംഭിച്ചോ അന്ന് നമ്മുടെ സ്ട്രെസ്സ് ഇമോഷണലായി. ഇമോഷണൽ സ്ട്രെസ്സിനെ നേരിടാൻ നമ്മുടെ റെസ്പോൺസ് സംവിധാനം എന്താണ്? ഫിസിക്കൽ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനമാണ്. അപ്പോൾ ഇമോഷണൽ സ്ട്രെസ്സിനെ എന്ന് നമ്മൾ ഫിസിക്കൽ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനം വെച്ച് നേരിടാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി നമ്മുടെ കഷ്ടകാലം. ഒന്നുകൂടി പറയാം, വേറെ രീതിയിൽ പറയാം. ഇവരാരെങ്കിലുമൊക്കെ വല്ല പഠിക്കാനും നോട്ട് എഴുതാനൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ നേരത്തെ ഈ സത്സംഗം ആരംഭം കുറിച്ചത് ഗിരിജ രവിയൊക്കെ ചേർന്നാണ്. EK പ്രകാശേട്ടൻ. ഗിരിജയെ പ്രഭാഷണത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്. അന്ന് 2000 ഫണ്ട് അടുപ്പിച്ച് ഞാനിവിടെ 1998-2000 ഫണ്ട് അടുപ്പിച്ച് ഞാൻ നിരന്തരം വരുമായിരുന്നു പാലാരിവട്ടത്ത്. അപ്പോൾ അന്ന് രവിയുടെ സ്കൂട്ടറിനാണ് എല്ലായിടത്തൊക്കെ പോവുക. വേണുചേട്ടനുണ്ടാവും, വേണുചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ സ്ഥിരം പഠന ക്ലാസ് ആരംഭിച്ചു. ഗിരിജയ്ക്ക് ഞാനാണ് ആദ്യം പ്രസംഗം എഴുതി കൊടുക്കുന്നത്, പ്രസംഗിക്കാനായിട്ട്. അങ്ങനെ ധർമ്മപ്രചാരകയായി. ശശികാന്ത് സ്വാമി ഇവിടെ ദൈവപ്രധാന ധ്യാനമൊക്കെ നടത്തി സ്ഥിരം ഒരു പഠന സംവിധാനമായി. ഗിരിജയും രവിയും തന്നെയായിരുന്നു ഇതിൻ്റെ എല്ലാമായിട്ട് അതിന് ബുദ്ധിമുട്ടി വളർത്തി കൊണ്ടുവരുന്നതിന് പ്രധാന പങ്ക് വഹിച്ചവർ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവരൊക്കെ? അവരാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഷ്ഠിച്ചവർ. എന്തോ? അപ്പോൾ ഇതൊരു പഠന സംവിധാനമാണ്. പക്ഷേ നമ്മുടെ ആളുകൾ ഇവരെ കേടാക്കി കളഞ്ഞു. അവർക്കിപ്പോൾ മിമിക്രി കാണിക്കുന്ന ആളുകളും തമാശ പറയുന്നവരും ഗൗരവമുള്ള പഠന ക്ലാസ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൽ മനസ്സ് നിൽക്കാത്ത രൂപത്തിലേക്ക് ആയിപ്പോയി. അപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് എണിറ്റ് പോവാം, ഗ്രഹിക്കണവരിയ്ക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടി ഞാൻ പറഞ്ഞ കാര്യം പറയാം. എന്തുകൊണ്ടാണ് പ്രഷറും ഷുഗറും നമുക്ക് വരുന്നത്?
കാരണം നമ്മളുടെ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനമാണ് കാരണം. ഇപ്പം നമ്മൾ ഈ തവള എന്നുള്ള ജീവിക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഉഭയജീവ, വെള്ളത്തിലും ശ്വസിക്കാം, അതിന് കരയിലും ശ്വസിക്കാം. നമ്മൾ കരയിൽ ശ്വസിക്കാൻ പറ്റും. നമ്മൾ ഒത്തുവാരാന്ന് വിചാരിച്ച് ഒരാഴ്ചത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നേരെ ചാടിപ്പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, സഞ്ചയത്തിനും ക്ഷണിച്ചുള്ളതെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സിൽ ബോർഡിൽ ഫോട്ടോ വരും, പേപ്പറിലും വരും. അതേസമയം നമ്മൾ വെള്ളത്തിൽ ചാടുമ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചെന്ന് വിചാരിക്കുക, ഓക്സിജൻ സിലിണ്ടറൊക്കെ ധരിച്ച് ചാടുകയാണെങ്കിൽ സംഭവം കുഴപ്പമില്ല. ഇതുപോലെ ഫിസിക്കൽ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനം വെച്ചുകൊണ്ട് ഇമോഷണൽ സ്ട്രെസ്സിലേക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലാതെ ചാടിയാൽ ചത്തുവൊന്നുമില്ല ഉടനെയൊന്നും, പക്ഷെ ഇതൊക്കെ കേടായിപ്പോവും. നമ്മുടെ റെസ്പോൺസ് സംവിധാനം, സ്ട്രെസ് റെസ്പോൺസ് സംവിധാനം ഫിസിക്കൽ സ്ട്രെസ്സിനെ നേരിടാൻ, പുലി വരുന്നു, തീ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആയ പ്രശ്നം വരുമ്പോൾ നേരിടാനുള്ള റെസ്പോൺസ് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യും, ഹാർട്ട് ബീറ്റ് കൂടും, കണ്ണ് മിഴിക്കും. ഇതെല്ലാം ഫിസിക്കൽ സ്ട്രെസ്സിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. PT ഉഷേനെ ഓടിക്കുക, പുലി ഓടിക്കുന്നവനെ ഓടിക്കണവനെ ഓടിക്കുക, രണ്ടുപേരും ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ജയിക്കും? ഈ പുലി ആരാ ഓടിക്കണം, അവൻ ജയിക്കും. കാരണം അവൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ സംവിധാനവും അന്നേരത്ത് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഫിസിക്കൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് നമുക്ക്. ആ സംവിധാനം വെച്ചുകൊണ്ട് നമ്മൾ ഇമോഷണൽ സ്ട്രെസ്സിനെ നേരിടുമ്പോൾ ന്യൂറോ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ എല്ലാം അവിടെ സ്ട്രെങ്തൻ ചെയ്യണേ. ഇമോഷണൽ സ്ട്രെസ്സിനെ നേരിടണമെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടേണ്ടിയിരുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ്, ന്യൂറോൺ, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തന രീതി വെച്ചുകൊണ്ടിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് മസിലിനെയാണ്. അപ്പോൾ എന്തു പറ്റും? ഇവിടെയുള്ള മസിലൊക്കെ കയറി പിടിച്ചിട്ട് സ്പോണ്ടിലൈറ്റിസ് വരും. നടുവിലുള്ള മസിലൊക്കെ കയറി പിടിച്ചിട്ട് നടുവേദന വരും. അത് നേരെ പോയിട്ട് ഇന്നർ ഓർഗനെ കുഴപ്പമാക്കിയിട്ട് പ്രഷറും ഷുഗറും ഈ തകരാറെല്ലാം വരും. അപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്ങോടുകൂടി മാത്രമേ ഇമോഷണൽ സ്ട്രെസ്സിനെ നേരിടാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് മെഡിറ്റേഷൻ. ആര് പറയുന്നു? ഹാൻസിലെ. ആരാണ് ഹാൻസിലെ? സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ്. അപ്പോൾ മെഡിറ്റേഷൻ, അപ്പോൾ ഹാൻസിലെ പറയും 2 തരം സ്ട്രെസ് ഉണ്ട്, സിവിയർ സ്ട്രെസ്, മൈൽഡ് സ്ട്രെസ്. ഈ 2 സ്ഥലത്തും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഇത്. പിന്നെ ഈ അവർ പറയും, സ്ട്രെസ് മാനേജ്മെൻറ്റിൽ പറയും, സ്ട്രെസ് ഡിസോർഡർ ഉണ്ടായിട്ട് സൈക്കിക് ഫേസ്, സൈക്കോസൊമാറ്റിക് ഫേസ്, സൊമാറ്റിക് ഫേസ്, ഓർഗാനിക് ഫേസ്, 4 ഘട്ടങ്ങളുണ്ട് സ്ട്രെസ് ഡിസോർഡറിന്, ശരീരത്തിൻ്റെ കേടാകലിന്. ഈ 4 ഘട്ടങ്ങളിൽ നിന്നും ശരീരത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശേഷി മെഡിറ്റേഷനുണ്ട്. അപ്പോൾ സ്ട്രെസ് ഡിസോർഡർ കൊണ്ടുള്ള തകരാറിനെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട്, സ്ട്രെസ് ഡിസോർഡർ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് മെഡിറ്റേഷന്. ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കഥയൊന്നും പറയാതെ പറഞ്ഞു പോകാമോ? കഥ പറഞ്ഞ് ഇപ്പം നിങ്ങൾ ദർശനോത്സവത്തിനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. കഥ പറഞ്ഞു പോകാൻ എനിക്കറിയാം, അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലോ, അറിയാമല്ലോ. പിന്നീട് ബുധനാഴ്ച ക്ലാസ്സുകളിൽ സ്ഥിരം വരുന്ന പഠിതാക്കളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഇവിടെ SNC സൗത്തിൽ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ വന്ന് പങ്കെടുക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 5 തൊട്ട് ഒരു 6:30 വരെ ഗുരുദേവനെക്കുറിച്ച് ഇത്തരം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാം സൗത്തിൽ ശ്രീനാരായണ സെൻറ്റർ ഓഫ് എക്സലൻസിൽ. ഡോക്ടർ വല്ലാസ്, ഈ നമ്മളുടെ ബ്രെയിൻ പവർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ഞാൻ അനേക വർഷമായിട്ട് 10-20 വർഷമായിട്ട് എനിക്ക് ബാബുരായൻ അറിയാം. അന്നും ബ്രെയിൻ ഒരുപോലെ ഷാർപ്പാണ്, ഇന്നും ഒരുപോലെ ഷാർപ്പാണ്. ഇത്രയും ബൗദ്ധിക സൂക്ഷ്മതയോടുകൂടി ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയൊക്കെ ചെയ്യണ അപൂർവ ആളുകളിൽ ഒരാളാണ്. എനിക്ക് അടുത്തറിയാവുന്ന ആളാണ്. ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി, ഞാൻ ഇന്ത്യക്കകത്തും പുറത്തും പഠന ക്ലാസ് അയക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ എൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ ലേമരഡിനിലോ ക്രൗൺ പ്ലാസയിലോ ഇവിടെയൊക്കെ എല്ലാ ഇന്ത്യക്കകത്തും പുറത്തും നടക്കുന്നുണ്ട്. അത് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി. അവർക്ക് വേണ്ടത് ബ്രെയിൻ പവറാണ്.
ഡോക്ടർ 1967 മെഡിറ്റേഷനെ കുറിച്ചിട്ട് ആദ്യത്തെ PhD വന്നു ഡോക്ടർ വല്ലാസിൻ്റെ. അന്ന് തൊട്ട് ഇന്നോളം മെഡിറ്റേഷനെ കുറിച്ചുള്ള എല്ലാ ഗവേഷണങ്ങളിലും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് വല്ലാസ് കണ്ടെത്തിയ കാര്യം, ഈ മെഡിറ്റേഷൻ ബ്രെയിനിൽ 3 ആക്ടിവിറ്റി നടക്കുന്നുണ്ട്: ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, കെമിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയെയും മെഡിറ്റേഷൻ സ്വാധീനിക്കും പോസിറ്റീവായിട്ട്. ബ്രെയിൻ പവറിനെ അനേകമിരട്ടി വർദ്ധിപ്പിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് വളരെ വിസ്തരിച്ച് നമ്മളിവിടെ SNCയിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ വിഷയം. പിന്നെ എഫിഷ്യൻസി, ബ്രെയിൻ പവർ കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് മെൻ്റലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി എത്രയൊക്കെയോ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഇത്രയും മാർഗങ്ങൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം അടിത്തറയായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പോൾ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കുന്നതിന് മെഡിറ്റേഷന് സാധിക്കുന്നു. നമ്മൾ പറഞ്ഞു, ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും ഒക്കെ അസാധാരണമായ രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. വയസ്സാവുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പലർക്കും ഓർമ്മക്കുറവ് വരണം. എത്ര മക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മയില്ലാത്തൊരു അമ്മയെ കണ്ടു ഞാൻ. മറന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? ആർക്കാ ഇതൊക്കെ ഓർമ്മ എന്ന് ചോദിക്കണേ? എന്ത് ചെയ്യാൻ പറ്റും? ഓർമ്മക്കുറവ് വ്യാപകമാവുകയാണ്. ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അമ്മ ഊണ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോറ് തരാൻ പറയും. നീ എനിക്ക് ഊണ് കഴിച്ചിട്ട് എത്ര നേരം തന്നിട്ടെന്ന് ചോദിക്കും. അങ്ങനെ അമ്മാനെ സുരക്ഷിച്ചോട്ട് വരാൻ പറ്റുന്നില്ല ഒരാൾക്ക്. അപ്പോൾ ഈ ബ്രെയിൻ തകരാറാവാതിരിക്കണമെങ്കിൽ വയസ്സാവുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, എല്ലാ ഓർഗനെ നിയന്ത്രിക്കുന്ന ബ്രെയിനാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ബ്രെയിൻ സെൻ്റർ ഉണ്ട്, കിഡ്നിയുടെ ബ്രെയിൻ സെൻ്റർ ഉണ്ട്, ലിവറിൻ്റെ ബ്രെയിൻ സെൻ്റർ ഉണ്ട്. ഈ ബ്രെയിൻ സെൻ്റർ കംപ്ലൈൻ്റ് ആയ ഓർഗൻ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ മെഡിറ്റേഷൻ മൊത്തത്തിലുള്ള ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി എഫിഷ്യൻസി. ഞാനിത് എഡിറ്റ് ചെയ്ത് ഞാൻ എഴുതി കൂട്ടുന്ന ഭാവം പോലൊന്നും പറയുന്നില്ല. കാരണം ഞാൻ 2 മണിക്കൂർ നേരത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തത് കൃത്യമായിട്ട്. എന്നെ പിടിച്ച് 3/4 മണിക്കൂറിൻ്റെ ടൈം ഷെഡ്യൂളിലേക്ക് പെടുത്തി. അതിന് കാരണക്കാരൻ നിങ്ങളുടെ അധ്യക്ഷനാണ്. ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും അധ്യക്ഷൻ ഇരിക്കട്ടെ. അപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ എഫിഷ്യൻസി, ഈ മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഓക്സിജൻ്റെ കൺസപ്ഷൻ കുറയ്ക്കും. ചെറിയ ഓക്സിജൻ കൺസപ്ഷനിൽ ഈ ബോഡി പ്രവർത്തിക്കും. അപ്പോൾ ഓക്സിജൻ്റെ കൺസപ്ഷൻ കുറയുമ്പോൾ എക്സസ് ഓക്സിജൻ ബ്ലഡിലും ശരീരത്തിലും പടരും. എഫിഷ്യൻസി കൂടുമോ കുറയോ? കൂടും. മറ്റൊന്ന്, ഈ മെഡിറ്റേഷൻ ബ്രെയിൻ വൈബ്രേഷനെ താഴ്ത്തും. ബ്രെയിൻ വൈബ്രേഷൻ ഹൈ ആയാൽ, ഇപ്പോൾ ഒരാളുടെ ബന്ധു മരിച്ചു, അയാൾ ക്ഷീണിക്കുമോ നന്നാവുമോ? ഭക്ഷണം അതേ അളവിൽ കഴിച്ചാൽ ആൾ ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ട് ക്ഷീണിക്കാൻ കാരണം? അയാളുടെ ബ്രെയിൻ വൈബ്രേഷൻ ഹൈ ആയി. ബ്രെയിൻ വൈബ്രേഷൻ ഹൈ ആയാൽ മെറ്റാബോളിസത്തിൻ്റെ റേറ്റൊക്കെ വല്ലാതെ കയറിയും കൂടും. അപ്പോൾ ശരീരത്തിലുള്ള മുഴുവൻ എനർജിയെയും ശേഖരിച്ച് വച്ചിരിക്കുന്ന ഊർജത്തേക്ക് അത് വലിച്ചെടുത്ത് കളയും. കണ്ടമാനം എനർജിയെ കത്തിക്കും. ബ്രെയിൻ വൈബ്രേഷൻ താഴ്ന്നാൽ നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റാകോൺട്രിയത്തിൽ നടക്കുന്ന, മെറ്റാകോൺട്രിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സ്. ആ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടിട്ട് ശരീരത്തിൽ മെറ്റാബോളിക് റേറ്റ് വലിയ അളവിൽ മാറ്റം വരികയും ശരീരം അങ്ങേയറ്റം ഊർജ്ജസ്വലമാവുകയും ചെയ്യും. ചെറിയ ഇന്ധനം കൊണ്ട്
വലിയ ഇന്ധനക്ഷമത ശരീരം കാണിക്കും. അപ്പോൾ പണ്ടത്തെ ബൈക്കൊക്കെ 2 സ്ട്രോക്ക് ബൈക്കുകളായിരുന്നു. അത് രാജദൂത് ബൈക്കൊക്കെയാണ് 35-40 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇന്ന് പുതിയ 4 സ്ട്രോക്ക് ആകുമ്പോൾ 80 കിലോമീറ്റർ 100 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്. അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിച്ചു. അതുപോലെ ബ്രെയിൻ വൈബ്രേഷൻ താഴുമ്പോൾ ശരീരത്തിൻ്റെ ഇന്ധനക്ഷമത വർദ്ധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മളുടെ മെൻ്റൽ എഫിഷ്യൻസിയും വർദ്ധിക്കും, ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കും. ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് EQ ടെസ്റ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഒരു 41 ദിവസം ചെയ്തിട്ട് EQ ടെസ്റ്റ് ചെയ്യുക. EQയിൽ വ്യത്യാസമുണ്ട്, മെൻ്റൽ എഫിഷ്യൻസി വർദ്ധിക്കും. ഞാൻ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നത് 5-10 പേജാണ്. ഞാൻ പകുതി പറഞ്ഞ് ഉപസംഹരിക്കണു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നത്തെ റിലേഷൻഷിപ്പ് മുഴുവൻ നശിക്കുന്നതിൻ്റെ കാരണം ഹൃദയബന്ധങ്ങൾ നശിക്കണം. മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തവർ ഗ്യാരണ്ടി ഇല്ല ഈ വിവാഹബന്ധം നിലനിൽക്കുന്നു. റിലേഷൻഷിപ്പ് എക്സ്പെർട്ടായിട്ടുള്ള ലോകത്തെ റിലേഷൻഷിപ്പ് എക്സ്പെർട്ടുകളിൽ ശ്രദ്ധേയനായിട്ടുള്ള കെല്ലി ജോൺസൺ പറയണു, ബന്ധം നശിക്കാൻ കാരണം ഒരു നെഗറ്റീവ് സ്ട്രോക്ക് വന്നാൽ, ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു നെഗറ്റീവ് സ്ട്രോക്ക് വന്നാൽ ആ നെഗറ്റീവ് സ്ട്രോക്കിനെ സ്നേഹമില്ലായ്മ, ആത്മാർത്ഥതയില്ലായ്മ, നന്ദിയില്ലായ്മ 3 കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാൽ ബന്ധനാശം. E=mc² എന്ന പോലെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ലോകപ്രശസ്തമായ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സമവാക്യമാണ്. ഒന്നുകൂടി പറയാം. ഒരു നെഗറ്റീവ് സ്ട്രോക്ക് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ വന്നാൽ ആ നെഗറ്റീവ് സ്ട്രോക്കിനെ സ്നേഹമില്ലായ്മ, ആത്മാർത്ഥമില്ലായ്മ, നന്ദിയില്ലായ്മ. നമ്മൾ വഴക്ക് പറഞ്ഞപ്പോൾ പറയും, നിങ്ങൾക്ക് എന്നോട് യാതൊരു ആത്മാർത്ഥതയില്ല, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഉപകാരം ചെയ്തു, യാതൊരു നന്ദിയില്ല. കാരണം എന്താ? അവർ വഴക്ക് പറഞ്ഞതാണ്. അപ്പോൾ നെഗറ്റീവ് സ്ട്രോക്കിനെ സ്നേഹബന്ധത്തോടോ നെഗറ്റീവ് സ്ട്രോക്കിനെ നന്ദി എന്നുള്ളതിനോടോ ആത്മാർത്ഥം എന്നോട് ബന്ധപ്പെട്ടിയ ബന്ധനാശം. നെഗറ്റീവ് സ്ട്രോക്കിന് ശരിക്കും കാരണം എന്താ? സ്ട്രെസ്സാണ്. മനസ്സ് സ്ട്രെസ്ഫുള്ളായാൽ സ്ട്രോക്ക് നെഗറ്റീവ് ആവും. അപ്പം നെഗറ്റീവ് സ്ട്രോക്കിനെ എവിടേക്ക് ബന്ധപ്പെടുത്തണം? സ്ട്രെസ്സിലേക്ക് ബന്ധപ്പെടുത്തണം. എന്നെ ഭർത്താവ് ഇങ്ങനെ പറയാൻ, എന്നെ ഭാര്യ ഇങ്ങനെ പറയാൻ കാരണം അവരുടെ മനസ്സ് സ്ട്രെസ്ഫുള്ളായിരിക്കണം. അങ്ങനെ നെഗറ്റീവ് സ്ട്രോക്കിനെ സ്ട്രെസ്സിനോട് ബന്ധപ്പെടുത്തുകയും സ്ട്രെസ് റിലാക്സേഷന് വേണ്ട കാര്യം ശീലിക്കുകയും ചെയ്താൽ റിലേഷൻഷിപ്പ് നിലനിൽക്കും. സ്ട്രെസ് റിലാക്സേഷനിൽ ഒന്നാമത്തെ കാര്യം മെഡിറ്റേഷനാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് നിലനിൽക്കണോ, മെഡിറ്റേഷൻ ശീലിച്ചിരിക്കണം. രോഗങ്ങൾ വരാതിരിക്കണോ, മെഡിറ്റേഷൻ ശീലിച്ചിരിക്കണം. ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് ദുഃഖവിമോചനം ഉണ്ടാവണോ, ആധ്യാത്മികവും ശാസ്ത്രപരമായ പ്രയോജനം ആദ്യമേ പറഞ്ഞു, മെഡിറ്റേഷൻ ശീലിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഗുരുദേവനോടൊരു അതിരറ്റ ഭക്തി ഉണ്ടാവുക. എല്ലാ ദിവസവും ശ്രീനാരായണ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ച രൂപത്തിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ചെയ്യാൻ ശീലിക്കുക. പിന്നെ ഈ ആഹാര രീതി, ജീവിത രീതിയൊക്കെ ഗുരുദേവൻ നിർദ്ദേശ രൂപത്തിലാക്കുക. ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതി ഞാനിവിടെ കണ്ടു. ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതി ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതിയിൽ വ്യക്തമായിട്ടൊരു ജീവിതക്രമം പറയുന്നുണ്ട്. ആ ഒരു ജീവിതക്രമം കൊണ്ടുവരാൻ ശ്രമിക്കുക. സസ്യാഹാരം അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പം ഇന്ന് തന്നെ ബാബുരാജ് എൻ്റെ അടുത്ത്, ബാബുരാജ് എഴുതുന്നൊരു ഗ്രന്ഥം, എന്താ ഗ്രന്ഥത്തിൻ്റെ പേര് ബാബുരാജ്? ജീവിതം ജീവിത ഉത്സവമാക്കാം എന്ന് പറഞ്ഞ ഗ്രന്ഥം ബാബുരാജിൻ്റെ പ്രശസ്തനായ സുഹൃത്തിനെ കൊണ്ട് അവതാരിക എഴുതിച്ചു. അപ്പോൾ ബാബുരാജിൽ പറഞ്ഞിട്ടുണ്ട് സസ്യാഹാരമേ പാടുള്ളൂ, മാംസാഹാരം പാടില്ല എന്ന്. സുഹൃത്ത് ആമുഖത്തിൽ എഴുതി വെച്ചു. മാംസാഹാരത്തിന് എന്താ കുഴപ്പം? ബാബുരാജ് വെട്ടിലായിരിക്കുക. പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കണം വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രശസ്തനായ വേണ്ടപ്പെട്ട സുഹൃത്ത് ചെയ്തത് അദ്ദേഹം. ഞാനൊരു പേര് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നെറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്തു. ലോകത്തിലെ പാൽ മാണിക്യം, ഡോക്ടർ പാൽ മാണിക്യം അമേരിക്കയിലെ ഏറ്റവും വലിയ എൻഡോക്രൈനോളജിസ്റ്റാണ്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, മാംസഭക്ഷണം കഴിക്കാമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടൊരു കാര്യം, പോത്ത് വരുമ്പോൾ സ്വീകരിക്കാൻ റെഡിയായിരിക്കുക. പോത്തിൻ്റെ പുറത്തൊരാളും കൂടി ഉണ്ടാവും കാലൻ. ഞാൻ പറയണതല്ല, ലോകത്തിലെ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ
പാൽ മാണിക്യം കൃത്യമായിട്ട് പറഞ്ഞു. ഈ മാംസം കഴിച്ചു കഴിഞ്ഞാൽ ബയോമുകൾ കേടുവരും. ബയോമാണ് നമ്മളെ കാലിനെ തടഞ്ഞു നിർത്തുന്ന സാധനം. ഗട്ട് ബയോം കംപ്ലൈൻ്റ് ആയാൽ സൂക്കേട് വരും, മരണം വരും. ഗട്ട് ബയോം കംപ്ലൈൻ്റ് ആയാൽ മനസ്സിൻ്റെ താളം തെറ്റും. ഗട്ട് ബയോം കംപ്ലൈൻ്റ് ആയാൽ ബുദ്ധിയുടെ താളം തെറ്റും. ഗട്ട് ബയോം കംപ്ലൈൻ്റ് ആയാൽ ലിവറും കിഡ്നിയും ഹാർട്ടും ഒക്കെ തകരാറാവും. ഗട്ട് ബയോം കംപ്ലൈൻ്റ് ആയാൽ ക്യാൻസർ വരും. ആ ഗട്ട് ബയോമിനെ കംപ്ലൈൻ്റ് ആക്കുന്ന നമ്പർ 1 സാധനമാണ് മാംസഭക്ഷണം. അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ആരെങ്കിലും വന്നിട്ട് പറയട്ടെ അങ്ങനെയല്ല, ഒരു വകുപ്പുമില്ല. ഇന്നില്ല, പണ്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ബാബുരാനോട് പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞത് വിചാരിച്ച് നിൽക്കണ്ട, ധൈര്യമായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് കിടക്കാൻ സയൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരോഗ്യത്തിൻ്റെ അടിത്തറ ബയോമാണ്, ഗട്ട് ബയോ. ഞാനിന്ന് പറയാനായിട്ടല്ല എഴുതി വെച്ചു, പക്ഷേ ഈ 2 മണിക്കൂറെന്ന് പ്രതീക്ഷിച്ച് വന്നുകൊണ്ട് 1 മണിക്കൂറായതുകൊണ്ട് ബയോം ഞാൻ വിട്ടുകളഞ്ഞതാണ്. അപ്പോൾ പിന്നെ അത് പറയാൻ കാരണം ഈ എന്നെ അവിടെ ഇരുത്തി മാംസഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മാംസഭക്ഷണം പരമാവധി ഒഴിവാക്കുക, കുറയ്ക്കാനെങ്കിലും ശ്രമിക്കുക. ഗുരുദേവൻ പറഞ്ഞ ജീവിതക്രമം കൊണ്ടുവരിക, മെഡിറ്റേഷൻ സ്ഥിരമായി ശീലമാക്കുക, ഗുരുദേവ കൃതികൾ അതിൻ്റെ വ്യാഖ്യാന സഹിതം വായിക്കുക. കാരണം പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ കാരണം തെറ്റായ പ്രോഗ്രാമിംഗ് ആണ്. ശരിയായ അറിവ്, ശരിയായ പ്രോഗ്രാമിംഗ് ജീവിതത്തിന് അനന്തമായ ശാന്തിയെ കൊടുക്കും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നിർമുക്തമാക്കാം. NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ പറയും. അപ്പോൾ ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുക. എന്താണെങ്കിലും ഇവിടെ വരുവാനും ഇത്രയും ഒരു ധന്യമായ ഒരു ചടങ്ങിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള വിജ്ഞാനം 3 ദിവസം വിളമ്പപ്പെടുന്ന പാവനമായ ഒരു യജ്ഞത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഈ ഗുരുദേവ സത്സംഗത്തിൻ്റെ പുറകിൽ ഇന്ന് പ്രവർത്തിക്കുന്നവരെയും, നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഗിരിജയും EK പ്രകാശേട്ടനില്ല, അവർ ശരീരത്തിലില്ല പ്രകാശേട്ടൻ, അവരെല്ലാവരെയും സ്മരിച്ചു കൊണ്ടിട്ട് ഇതിന് പുറകെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ വന്നു ചേരുന്ന നിങ്ങൾക്കും ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവനപാദങ്ങളിൽ സമർപ്പിക്കുന്നു.